Good afternoon. Good afternoon, ma'am. Good afternoon. അഭിക്ഷ കേറാറില്ലേ ഇപ്പൊ? കാണാറില്ലല്ലോ. കോണ്ടാക്ട് ഉണ്ടോ നിങ്ങള്? അഭിഷേക് ജോലി കിട്ടിയത് അതെ, എവിടെയാ? എവിടെയാന്നറിയില്ല. അഭിക്ഷയോട് മിസ് അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? കൺഗ്രാറ്റ്സ് പറഞ്ഞോളൂ. ഓക്കെ, ഇപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എംപ്ലോയി സേഫ്റ്റി ആയിരുന്നു. എംപ്ലോയി സേഫ്റ്റിയുടെ മീനിങ് അതുപോലെ ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നീഡ്സ് വാണ്ട്സ് എംപ്ലോയി സേഫ്റ്റി. ഒരെണ്ണം നമ്മൾ പറയുന്നു അല്ലെ? ഓക്കെ, എന്തൊക്കെയാണ് എംപ്ലോയി സേഫ്റ്റിയുടെ നീഡ് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. Okay. The following factors organization to follow employee safety norms. Okay, നമുക്ക് നോക്കാം. First one ആണ് to save human life from loss. എന്താണ് പറയുന്നത് അതിനകത്ത്? Human life is the most valuable thing around us and it is the duty to employees to save their employees from any sort of dangerous. Okay, നമുക്കറിയാം ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള അല്ലെ, മോസ്റ്റ് വാല്യബിൾ ആയിട്ടുള്ള വിലപ്പെട്ട ഒന്നാണ് എന്ന് പറയുന്നത് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ ഏതൊരു അപകടത്തിൽ നിന്നും ഓർഗനൈസേഷനിൽ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അപകടങ്ങളിൽ നിന്നും എംപ്ലോയീസിനെ രക്ഷിക്കേണ്ടത് ആരുടെ കടമയാണ്? എംപ്ലോയേഴ്സിന്റെ കടമയാണ്. ഓക്കെ, അപ്പോ ഓർഗനൈസേഷനിൽ ഏതൊരു അപകടം നടന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് എംപ്ലോയീസിനെ രക്ഷിക്കേണ്ടത് എംപ്ലോയേഴ്സിന്റെ തൊഴിലുടമയുടെ കടമയാണ്. അതാണ് ഫസ്റ്റ് വൺ പറയുന്നത്. ടു സേവ് ഹ്യൂമൻ ലൈഫ് ഫ്രം ലോസസ്. ഇനി നെക്സ്റ്റ് ആണ് ഇത് ടു ഗെറ്റ് റൈറ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ കോസ്റ്റ്. First, the result of disability or death or an employee, an organization has to bear both direct and indirect costs. Direct costs such as the financial compensation to the injured and or deceased family, and indirect costs such as the interruption in work and the cost incurred in employing and training new workers who would take the place of injured or diseased worker. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? To get റൈഡ് ഓഫ് ദ
financial. Okay. എന്താ പറഞ്ഞത് ആസ് ദ റിസൾട്ട് ഓഫ് ഡിസീസ്ഡ് പേഴ്സൺസ് അല്ലെ, ഡിസീസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസുകൾ. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് കേട്ടോ. എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? 1 മിനിറ്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ടു ഗെറ്റ് റൈഡ് ഓഫ് ദി ഫിനാൻഷ്യൽ കോസ്റ്റ് അല്ലെ. അപ്പോ ഇവിടെ പറയുന്നത് ഒരു ജീവനക്കാരന്റെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആ ജീവനക്കാരന്റെ വൈകല്യമോ മരണമോ മൂലമുള്ള നേരിട്ടതും പരോക്ഷവുമായിട്ടുള്ള ചെലവുകള് സ്ഥാപനം വഹിക്കേണ്ടതുണ്ട്. ഓക്കെ, പരിക്കേറ്റ ആൾക്കോ മരിച്ച ആൾക്കോ ആളുടെ കുടുംബങ്ങൾക്കോ ഉള്ള സാമ്പത്തിക നഷ്ടപരിഹാരം പോലുള്ള നേരിട്ടുള്ള ചെലവുകളും ജോലിയിലെ തടസ്സങ്ങളും പോലുള്ള പരോക്ഷ ചെലവുകള് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ പരിക്കേറ്റ ആളുടെയോ അല്ലെങ്കിൽ മരിച്ച തൊഴിലാളിയുടെയോ സ്ഥാനത്ത് പുതിയ തൊഴിലാളികളെ നിയമിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും ഉണ്ടാകുന്ന ചെലവ്. ഓക്കെ, ഇതൊക്കെ ആര് വഹിക്കേണ്ടതാണ്? ഓർഗനൈസേഷൻ വഹിക്കേണ്ടതാണ് അല്ലെ. ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓർഗനൈസേഷനിൽ നിന്ന് ജോലിക്കിടെ ചിലപ്പോ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അല്ലെ, എംപ്ലോയീസ് മരണപ്പെടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനിടെ എന്തെങ്കിലും സംഭവിച്ചേക്കാം അല്ലെ. അങ്ങനെ പല കൈക്ക് എന്തെങ്കിലും കുഴപ്പം, കൈയുടെ വിരൽ നഷ്ടപ്പെടുന്നത്, അങ്ങനെ പല സാഹചര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അങ്ങനെ നഷ്ടപ്പെടുമ്പോ അവരുടെ മരണമടഞ്ഞ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ എംപ്ലോയീസിന്റെ കുടുംബങ്ങൾക്കുള്ള എല്ലാ ചെലവ്, അതുപോലെ തന്നെ ഇപ്പോ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപകടങ്ങൾക്ക് ഉണ്ടാകുന്ന ആശുപത്രി കേസിലൊക്കെ ഉണ്ടാകുന്ന കോസ്റ്റുകള് ഇതൊക്കെ കൊടുക്കേണ്ടത് ആരാണ്? ഓർഗനൈസേഷൻ ആണല്ലേ, തൊഴിലുടമയാണ് വഹിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വേറൊരാളെ നമ്മൾ നിയമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അങ്ങനെ നിയമിക്കുമ്പോ അങ്ങനെയുള്ള എന്താണ് നമ്മൾ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇന്റർവ്യൂ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ അങ്ങനെ വെറുതെ നടത്താൻ പറ്റുമോ? അതിനും എന്തുണ്ട്? പലതരത്തിലുള്ള ചെലവുകളുണ്ട്. അപ്പൊ അങ്ങനെയും ആ ചെലവുകൾ വഹിക്കേണ്ടതും ആരാണ്? ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എംപ്ലോയർ, തൊഴിലുടമയാണ് അത് വഹിക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. Third one, to be socially responsible. As every employee is a member of the society, the most important social responsibility of an organization is to keep their employees healthy and safe and avoid occurrence of any type of mistakes on their parts. ഇവിടെ പറയുന്നത് എന്താണ്? എവ്രി എംപ്ലോയീസ് എന്താണ്?
സൊസൈറ്റിയുടെ ഒരു മെമ്പർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, അവര് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ആരോഗ്യം, അല്ലെ, ആരോഗ്യം പ്രധാനമായിട്ടും ഹെൽത്തി ആയിട്ടിരിക്കണം, അല്ലെ. ഓരോ എംപ്ലോയീസും ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്താണ്, പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവര് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ഉണ്ടെങ്കിലാണ് എന്ത് നല്ല രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുള്ളൂ, അല്ലെ. അതിനവർക്ക് എന്ത് വേണം, ആരോഗ്യം, അല്ലെ, നല്ല രീതിയിലുള്ള ഹെൽത്തി അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള ഹെൽത്ത് ഉണ്ടാവണം. ഓക്കെ, അവര് അതിന് ഒരു സോഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാല് എംപ്ലോയീസിനെ നല്ല രീതിയിൽ നിലനിർത്തുകയും അവരുടെ ഒരു ആരോഗ്യം സംരക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ഫോർത്ത് വൺ ആണ്, ടു ബി ഫ്രീ ഫ്രം ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റ്. ഇല്ലേ, നമുക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് ഉള്ളവരാണ്, അല്ലെ. ഓക്കെ, ആൻഡ് ഓർഗനൈസേഷൻ ഫൈനലൈസ് the insurance premium of its employees based on the insurance claims it make for death or injury to the employees. Hence, it strives to keep itself and its employees away from mistakes. ഇവിടെ പറയുന്നത്, ഒരു സ്ഥാപനം ജീവനക്കാരുടെ മരണത്തിനോ അല്ലെങ്കിൽ പരിക്കിനോ വേണ്ടി നടത്തുന്ന ഇൻഷുറൻസ് ക്ലെയിമുകളുടെ അടിസ്ഥാനത്തില് അവരുടെ ജീവനക്കാരുടെ ഇൻഷുറൻസ് പ്രീമിയം അന്തിമമാക്കുന്നു. അതിനാൽ അത് തന്നെയും ജീവനക്കാരുടെയും അപകടത്തിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് അത് ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായോ? നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ എംപ്ലോയീസിന് എന്തുണ്ടാവും, ഇങ്ങനെയുള്ള ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുള്ളവരായിരിക്കും, അല്ലെ. അപ്പോ എന്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, അല്ലെ, മരണപ്പെടാം, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും നമ്മള് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അപകടങ്ങൾ ഉണ്ടാവാം. അപ്പൊ എന്താണ്, അവർക്ക് ഇൻഷുറൻസ് ക്ലെയിംസുകൾ ഉണ്ടെങ്കിൽ എന്ത് കിട്ടും അവർക്ക്, ഇൻഷുറൻസ് തുക, അല്ലെ. ഓക്കെ, ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ്. ഓക്കെ, ടു ബി, നെക്സ്റ്റ് പോയിന്റ്, ടു ബി free of fine and imprisonment against the safety failure. According to Factories Act 1948, an employer that does not maintain sufficient safety measures resulting in serious industrial mishaps may have to pay a fine or may be imprisoned and or both, depending on the seriousness of the mistakes. If an industrial mistake is informed and the concerned authority, such as the chief inspector of factories, find out through primary investigation that there were lapses in the safety measures, he can delegate orders and get the management prosecutes for severe carelessness. ഇവിടെ പറയുന്നത് ഫിഫ്ത് പോയിന്റിൽ എന്താ പറയുന്നത്, 1948 ഫാക്ടറീസ് ആക്ട് അനുസരിച്ചിട്ട് മതിയായ സുരക്ഷാ നടപടികൾ പാലിക്കുന്നതും ഗുരുതരമായ വ്യവസായിക അപകടങ്ങൾക്ക് കാരണങ്ങളാകുന്നതുമായിട്ടുള്ള ഒരു തൊഴിലുടമയ്ക്ക് പിഴ നൽകേണ്ടി വന്നേക്കാം. ഓക്കെ, ഈ ആക്ട് പ്രകാരം എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോ തൊഴിലുടമ എന്ത് പിഴ നൽകേണ്ടി വന്നേക്കാം, അല്ലെ. അവര് മര്യാദയ്ക്ക് അല്ലെങ്കിൽ അവര് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഇപ്പോ ചിലപ്പോ വല്ല അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർക്കില്ല മെഷീൻസിനൊക്കെ,
അല്ലെങ്കിൽ എന്തെങ്കിലും അശ്രദ്ധമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് വന്നതാകും അല്ലെ ഇങ്ങനെയുള്ള അപകടങ്ങൾ എംപ്ലോയീസിന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറീസ് ആക്ട് 1948 അണ്ടർലൈൻ ചെയ്യാം. 1948 പ്രകാരം എന്താണ് ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള അപകടങ്ങൾ എംപ്ലോയീസിന് ഉണ്ടാകുകയാണെങ്കിൽ അത് ഇവരുടെ അശ്രദ്ധ മൂലമാണെങ്കിൽ എംപ്ലോയീസിന്റെ അശ്രദ്ധ മൂലമാണെങ്കിൽ എന്താണ് ഇവർക്ക് പിഴ നൽകേണ്ടി വന്നേക്കാം. ഇനി എന്താണ് അല്ലെങ്കിൽ അപകടത്തിന്റെ ഗൗരവം അനുസരിച്ച് എന്താണ് തടവിലാക്കപ്പെട്ടേക്കാം. അല്ലെങ്കിൽ രണ്ടുപേരെയും രണ്ടും കൂടി ലഭിച്ചേക്കാം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഒന്നല്ലെങ്കിൽ പിഴ നൽകേണ്ടി വരും, അല്ലെങ്കിൽ തടവിലാക്കപ്പെടാം, അല്ലെങ്കിൽ എന്താണ് രണ്ടും കൂടി അനുഭവിക്കേണ്ടി വരും. തടവിലാക്കാനും അതുപോലെ തന്നെ പിഴയും നൽകേണ്ടി വരും. ഒരു വ്യവസായിക അപകടത്തെ കുറിച്ച് അറിയുകയും ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറി പോലുള്ള ബന്ധപ്പെട്ട അധികാരി പ്രാഥമിക അന്വേഷണത്തിലൂടെ സുരക്ഷാ നടപടികളിൽ വീഴ്ചയുണ്ടായതായി കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉത്തരവുകൾ നൽകാനും മാനേജ്മെന്റിനെതിരെ കടുത്ത അശ്രദ്ധ പ്രോസിക്യൂട്ടീവ്സ് ചെയ്യാനായിട്ടും കഴിയുന്നുണ്ട്. മനസ്സിലായോ? ഇങ്ങനെയുള്ള ഈ എന്താണ് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറി അധികാരി ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫാക്ടറിയിൽ വന്ന് സന്ദർശിക്കുകയും അദ്ദേഹം കണ്ടെത്തുന്ന ഫൈൻഡിങ്സിൽ എന്താണ് ഇവിടെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ എംപ്ലോയറുടെ ഭാഗത്തു നിന്നാണ് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? മാനേജ്മെന്റിനെതിരെ കടുത്ത അശ്രദ്ധയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോസിക്യൂട്ട്സ് ചെയ്യാനായിട്ടും കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് എംപ്ലോയർക്ക് കഠിനമായിട്ടുള്ള തടവുകളും അതുപോലെ തന്നെ പിഴയും അടക്കേണ്ടതായിട്ട് വരാം. ഓക്കെ, ഒന്നല്ലെങ്കിൽ പിഴ അടക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ എന്താണ് ജയിലിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ രണ്ടും കൂടി ചെയ്യേണ്ടത്. ജയിലിൽ കിടക്കുകയും വേണം, അതുപോലെ തന്നെ എന്താണ് പിഴ അടയ്ക്കുകയും വേണം, രണ്ടും കൂടി ചെയ്യും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നീഡ്സിൽ വരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, 5 പോയിന്റ്സ് ആണ്. അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട് എംപ്ലോയീസിന്. അതുപോലെ ഈ ഓർഗനൈസേഷനിൽ ഈ ഫാക്ടറീസ് ആക്ട് അണ്ടർലൈൻ ചെയ്യാം. 1948 പ്രകാരം എംപ്ലോയർക്കാണ് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എംപ്ലോയറിൽ നിന്നാണ് പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എംപ്ലോയീസിന് എന്താണ് എംപ്ലോയറുടെ കയ്യിൽ നിന്നാണ് പിഴകൾ വന്നിരിക്കുന്നതെങ്കിൽ എന്താണ് കഠിനമായിട്ടുള്ള തടവ് അല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എംപ്ലോയർ, അല്ലെങ്കിൽ രണ്ടും കൂടി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് അധികാരി നമ്മുടെ ഓർഗനൈസേഷനിൽ വന്നിട്ട് കൂടുതൽ ഫൈൻഡിങ്സ് കണ്ടെത്തുകയും നമ്മളുടെ ഓർഗനൈസേഷനിലാണ് തെറ്റുകൾ എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എംപ്ലോയർ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സോഷ്യലി റെസ്പോൺസിബിൾ അല്ലെ, എന്താണ് സൊസൈറ്റിയിലെ ഒരു എംപ്ലോയർ എന്ന നിലയിൽ സൊസൈറ്റിയിലെ ഒരു മെമ്പർ ആണ് എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി, ഒരു ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഓർഗനൈസേഷനിൽ എപ്പോഴും എംപ്ലോയീസിനെ ഹെൽത്തിയാക്കി ഇരുത്തുക എന്നതാണ്. അപകടങ്ങളൊന്നും കൂടാതെ നല്ല രീതിയിൽ ആരോഗ്യവാന്മാരായിട്ട് ഇരുത്തുക. കാരണം എന്താണ് അങ്ങനെ പറയുന്നത്? എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓർഗനൈസേഷന് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുള്ളൂ അല്ലെ. എപ്പോഴെപ്പോഴും അപകടങ്ങളും ഓരോരുത്തർക്കും ഇങ്ങനെ അപകടങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എംപ്ലോയീസ് ഉണ്ടാവില്ല, പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ആവും. ഓക്കെ, അപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് അപകടങ്ങളൊന്നും കൂടാതെ എംപ്ലോയീസിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷന്റെ പ്രധാനമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. ഇനി നെക്സ്റ്റ് ഫിനാൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഫിനാൻഷ്യൽ കോസ്റ്റ് ഇപ്പോ വൈകല്യമോ അല്ലെങ്കിൽ മരണമോ മൂലം ചില എംപ്ലോയീസിന് ചില അപകടങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചില മരണങ്ങൾ സംഭവിക്കാം അല്ലെ. ഓർഗനൈസേഷനിൽ നിന്നാണ് അങ്ങനെ മരണങ്ങളോ അപകടങ്ങളോ ഉണ്ടായിട്ടുള്ളതെങ്കിൽ, ജോലി ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഓർഗനൈസേഷനാണ് അതിന്റെ എല്ലാ കോസ്റ്റുകളും വഹിക്കേണ്ടത്. ഓക്കെ, ഇനി ടു സേവ് ഹ്യൂമൻ ലൈഫ് ഫ്രം ലോസസ്
നമുക്കറിയാം ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ലൈഫ് ആണ്. അതെപ്പോഴും എംപ്ലോയർ എന്തായാലും എന്താണ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ എപ്പോഴും സംരക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് അപകടങ്ങളൊന്നും കൂടാതെ നല്ല രീതിയിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എംപ്ലോയർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് നീഡ്സിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അഞ്ച് രീതിയിൽ തമ്മിട്ടാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് കുറച്ച് ലോസ് പഠിക്കാനുണ്ട്. ഓക്കെ, എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഫോർ എംപ്ലോയി സേഫ്റ്റി. ഫസ്റ്റ് വൺ നോക്കാം. Following are the safety provisions under the Factories Act 1948. ഫസ്റ്റ് വൺ ആണ് ഇതിന്റെ ഫെൻസിങ് ഓഫ് മിഷനറി. എന്താണ് ഫെൻസിങ് എന്ന് പറഞ്ഞാല്? ഫെൻസിങ് എന്താണ് മീനിങ്? എന്തായിരിക്കാം ഫെൻസിങ് എന്ന് പറഞ്ഞാല്? പറയാൻ പറ്റുമോ എന്താണ് മീനിങ്? കവറിങ്. വെരി ഗുഡ്. കവറിങ് അല്ലെ, ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു വേലി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം. ഫെൻസിങ് ഓഫ് മിഷനറി സെക്ഷൻ 21. സെക്ഷൻ 21 മുതലാണ് ഈ ലോസ് ആരംഭിക്കുന്നത്. അപ്പോ സെക്ഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഫെൻസിങ് ഓഫ് മിഷനറി എന്ന് പറയുന്നത് സെക്ഷൻ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. For each movable part of a prime mover and each flywheel linked to a prime mover, for the head race and tail race and tail race for each water wheel, and in case is if required each part of electric generator, rotator converter or motor, each part of a transmission machinery and any other dangerous machines or its parts, there should be fenced securing it. The state government has the power to set up regulations for this.
ഇവിടെ പറയുന്നത് ഫെൻസിംഗ് ഓഫ് മിഷനറി സെക്ഷൻ 21 അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ ഫാക്ടറീസ് ആക്ട് 1948 എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഫെൻസിങ് ഓഫ് മിഷനറി എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു തടസ്സം അല്ലെങ്കിൽ കവറിംഗ് എന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, അതിൽ പറയുന്നത് എന്താണ്? ജനറേറ്റർ, ഇലക്ട്രിക് ആയിട്ടുള്ള ജനറേറ്റർ, റൊട്ടേറ്റർ, കൺവെർട്ടർ, മോട്ടോർ വീല് അങ്ങനെ ഉള്ള ഇങ്ങനെയുള്ള ഇലക്ട്രിക് മെഷീന് ചുറ്റും എന്ത് വേണമെന്നാണ് പറയുന്നത്? ഒരു സെക്യൂർ രീതിയിലായിട്ടുള്ള ഒരു ഫെൻസിങ്, കവറിങ് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കവറിങ് വേണമെന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് മെഷീൻസില് ഇങ്ങനെയുള്ള കവറിങ് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? പറയാൻ പറ്റുമോ? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കവറിങ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ടു അവോയ്ഡ് ഇൻജുറി അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇൻജുറീസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ഇലക്ട്രിക് ആയിട്ടുള്ള മെഷീൻസിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഫെൻസിങ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ, തടസ്സങ്ങൾ അല്ലെങ്കിൽ കവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അപകടങ്ങൾ ഉണ്ടാവാനായിട്ട്, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് പ്രോപ്പർലി ഇവ എന്ത് ചെയ്തിരിക്കണം? കവർ ചെയ്തിരിക്കണം. The state government has the power to set up regulations for this. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൂടി അടിയിൽ വരച്ചു വെക്കാം. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞു വെച്ചിട്ടുള്ള എന്താണ് ചെയ്യേണ്ടത്, കീപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് അല്ലെ, ഏതൊക്കെയാണ്? ജനറേറ്റർ, റൊട്ടേറ്റർ, കൺവെർട്ടർ, മോട്ടർ, അതുപോലെ വീല്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മോട്ടർ, ഇങ്ങനെയുള്ള ജനറേറ്റർ ആയാലും റൊട്ടേറ്റർ, കൺവെർട്ടർ ആയാലും അതുപോലെ തന്നെ മോട്ടർ, അങ്ങനെയുള്ള ഇലക്ട്രോണിക് മെഷീൻസില് നമ്മൾ എന്ത് കൊടുക്കണം? തടസ്സങ്ങൾ അല്ലെ, അല്ലെങ്കിൽ എന്താണ്? ഒരു വേലി അല്ലെങ്കിൽ എന്താണ്? കവറിങ്, പ്രോപ്പർ ആയിട്ടുള്ള കവറിങ് എന്തായാലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇല്ല എങ്കിൽ, പ്രോപ്പറായിട്ട് അത് കവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് തടസ്സങ്ങൾ അല്ലെങ്കിൽ എംപ്ലോയീസിന് എന്തെങ്കിലും ഇൻജുറീസ് അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. അപ്പൊ അത് പ്രോപ്പറായിട്ട് ഡേഞ്ചറസ് അല്ലെ, അങ്ങനെയുള്ള ഡേഞ്ചറസ് മെഷീൻസിൽ പ്രോപ്പറായിട്ട് കവറിങ് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ലോ മനസ്സിലായോ? ഫെൻസിങ് ഓഫ് മിഷനറി സെക്ഷൻ 21. നെക്സ്റ്റ് പറയാം, വർക്ക് ഓൺ ഓർ നിയർ മിഷനറി ഇൻ മോഷൻ സെക്ഷൻ 22 അണ്ടർലൈൻ ചെയ്യാട്ടോ. In the case it is essential to inspect any part of moving machinery. The inspection can be done only by an expert worker wearing fitting clothes. He is not permitted to touch the belt of a moving pulley if it is more than 6 inches wide and the belt joint is either laced or flush with the belt. Children and women are not permitted to lubricate, clean or adjust any part of a moving transmission machinery or prime mover. ഇപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഓക്കെ, വർക്ക് ഓൺ ഓർ നിയർ മിഷനറി ഇൻ മോഷൻ സെക്ഷൻ 22. ഇവിടെ പറയുന്നത് മെഷീൻസ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, അത് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നല്ല എക്സ്പേർട്ടുകളായിരിക്കും അല്ലെ മെഷീൻസ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്നത്. ആ ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്ന സമയത്ത് നല്ല എക്സ്പേർട്ടുകളായിരിക്കണം ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്നത്. അപ്പോ
അവർ ധരിക്കേണ്ട വെയറിങ് അല്ലെങ്കിൽ ഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? വെൽ ഫിറ്റഡ് ആയിട്ടുള്ള ഡ്രസ് ആയിരിക്കണം ധരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മിഷൻസ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ വരുമ്പോ എക്സ്പേർട്ടുകൾ ധരിക്കേണ്ടത് വെൽ ഫിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകളായിരിക്കണം. ഓക്കെ, എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്? ഫിറ്റ് അല്ലെങ്കിൽ ലൂസായി കിടക്കുന്നത് അല്ലെ? ചിലപ്പോ എന്തെങ്കിലും ലൂസായി കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ ധരിക്കുകയാണെങ്കിൽ മിഷൻ വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? അതിന്റെ ഇടയിൽ പെടാം അല്ലെ? ഇല്ലേ? കറങ്ങുന്ന മെഷീൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, റൊട്ടേറ്റ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ അതിന്റെ ഇടയിൽ പെട്ട് അപകടം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മെഷീൻസ് ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്ന എക്സ്പേർട്ടുകൾ ധരിക്കേണ്ടത് വെൽ ഫിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകളായിരിക്കണം. ഇനി എന്താണ്? മെഷീൻസ് പ്രവർത്തിക്കുന്ന ടൈമില് ബെൽറ്റ് പോലുള്ള ഐറ്റംസ് ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടില്ലേ പല മെഷീൻസ് അത് പ്രവർത്തിക്കുമ്പോ ബെൽറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെൽറ്റ് പോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് അതിൽ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വലിക്കാനായിട്ട് പാടില്ല. ഓക്കെ, വലിച്ചു കഴിഞ്ഞാല് ചിലപ്പോ നമ്മുടെ കയ്യില് എന്തെങ്കിലും അപകടം സംഭവിക്കാം അല്ലെ? അപ്പൊ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ ബെൽറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവാം. അങ്ങനെ ഐറ്റംസിൽ കയറിയിട്ട് നമ്മൾ വലിക്കാനായിട്ട് പാടില്ല. ഇനി എന്താണ്? അപ്പോ അതുപോലെ തന്നെ സ്ത്രീകളെ കൊണ്ടോ കുട്ടികളെ കൊണ്ടോ അത് ചെയ്യിപ്പിക്കാനും പാടില്ല. ഓക്കെ, ഇൻസ്പെക്ട് ചെയ്യിക്കാനോ അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാനോ പാടില്ല എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് വർക്ക്സ് ഓൺ നിയർ മിഷനറി ഓർ നിയർ മിഷനറി ഇൻ മോഷനിൽ വരുന്നത്. മനസ്സിലായോ? അപ്പോ സെക്ഷൻ 22 ആണ്. അതിൽ പറഞ്ഞത് എന്താണ്? നമ്മള് എക്സ്പേർട്ടുകളായിട്ടുള്ള മിഷനറി പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, നല്ല രീതിയിലുള്ള എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളെ കൊണ്ട് വേണം ഇൻസ്പെക്ട് ചെയ്യിക്കാനായിട്ട്. അവരെ ഇൻസ്പെക്ട് ചെയ്യിക്കുമ്പോ അല്ലെങ്കിൽ ചെയ്യാൻ വരുമ്പോ വെൽ ഫിറ്റഡ് ആയിട്ടുള്ള ഡ്രസ് വേണം ധരിക്കാനായിട്ട്. അതുപോലെ മെഷീൻസ് പ്രവർത്തിക്കുമ്പോൾ അതില് ഈ ബെൽറ്റ് പോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ അത് നമ്മൾ പിടിച്ച് വലിക്കാനായിട്ട് പാടില്ല, അപകടങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ സ്ത്രീകളെ കൊണ്ടോ കുട്ടികളെ കൊണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും പാടില്ല. ഓക്കെ, ഫെൻസിങ് ഓഫ് മിഷനറി. അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്മളിപ്പോ പറഞ്ഞ പോയിന്റും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. മൂന്നാമത്തെ ലോ നോക്കാം. എംപ്ലോയി ഓഫ് യങ് പേഴ്സൺസ് ഓൺ ഡേഞ്ചറസ് മിഷനറി. സെക്ഷൻ 23 അണ്ടർലൈൻ ചെയ്ത് വെക്കാം. A young person is not permitted to work on a mission that is dangerous until he is properly guided regarding the dangers of the mission and the preventive measures that need to be taken. Further, he should be adequately trained to work on the mission or should be placed under supervision of an experienced adult before independently handling the mission. The state government has the power to differentiate such missions on young estates are not permitted to work. Okay. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു യന്ത്രത്തിന്റെ അപകടങ്ങളെ കുറിച്ചും സ്വീകരിക്കേണ്ട പ്രതിരോധാത്മക നടപടികളെ കുറിച്ചും ശരിയായ മാർഗനിർദ്ദേശം ലഭിക്കുന്നത് വരെ അപകടകരമായിട്ടുള്ള ഒരു യന്ത്രത്തിന് ജോലി ചെയ്യാൻ ഒരു യുവാവിനെ അനുവദിക്കരുത്. ഓക്കെ, ഉദ്ദേശിക്കുന്നത് എന്താണ്? അപകടകരമായിട്ടുള്ള സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് അല്ലെ? ഒരു മിഷൻ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അതിന് പല അപകടങ്ങളും ഉണ്ടാകും അല്ലെ. അപ്പം അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു മിഷൻ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ന പ്രൊസീജിയറിലൂടെ വേണം അത് പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട്. അതിനുള്ള പല ഗൈഡ് ലൈൻസ് ഉണ്ടാവും, പല പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ അത് ലഭിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആളുകളെ കൊണ്ട് അത് പ്രവർത്തിപ്പിക്കാനായിട്ട് പാടില്ല. കറക്റ്റ് ആയിട്ട് നോക്കി ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് അതിന്റെ പോളിസീസ് ആയാലും പ്രൊസീജിയേഴ്സ് ആയാലും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രമേ ആളുകളെ കൊണ്ട് അത് പ്രവർത്തിപ്പിക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കൂടാതെ യന്ത്രം സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുന്നതിന് മുൻപ് അയാൾക്ക്, എംപ്ലോയിക്ക് അതിൽ പ്രവർത്തിക്കാൻ മതിയായ പരിശീലനം നൽകണം. അല്ലെങ്കിൽ പരിചയസമ്പന്നരായ ഒരു മുതിർന്ന വ്യക്തിയുടെ മേൽനോട്ടത്തിൽ അത് സ്ഥാപിക്കണം. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ പുതിയതായിട്ടൊരു മിഷൻ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അയാൾക്ക് എങ്ങനെയാണ്, ആ എംപ്ലോയിക്ക് അറിയാൻ പറ്റില്ല അല്ലെ, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും അറിയാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് പ്രവർത്തിപ്പിക്കേണ്ടതിന്, കറക്റ്റ് ആയിട്ട് അത് പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള ട്രെയിനിങ് ആ എംപ്ലോയീസിന് കൊടുക്കണം, എംപ്ലോയിക്ക് കൊടുക്കണം. അതുപോലെ തന്നെ അങ്ങനെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പരിചയസമ്പന്നമായിട്ടുള്ള അത് ഉപയോഗിച്ച് പഴക്കം ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു കെയറിന്, ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് വേണം ആ വർക്കേഴ്സിനെ കൊണ്ട് അത് പ്രവർത്തിപ്പിക്കാനായിട്ട്. അങ്ങനെയുള്ള കെയറിങ്ങും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. യുവാക്കൾക്ക് ജോലി ചെയ്യാനായിട്ട് അനുവാദമില്ലാത്ത അത്തരം യന്ത്രങ്ങളെ വേർതിരിച്ചറിയാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ദ പവർ ടു ഡിഫറൻഷിയേറ്റ് ദ മെഷീൻസ് ഓൺ വിച്ച് ദ യങ്സ്റ്റേഴ്സ് ആർ നോട്ട് പെർമിറ്റഡ് ടു ദ വർക്ക്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. യുവാക്കൾക്ക് ജോലി ചെയ്യാനായിട്ട് അനുവാദമില്ലാത്ത അത്തരം യന്ത്രങ്ങളെ വേർതിരിച്ചറിയാനായിട്ടുള്ള അധികാരം ആർക്കുണ്ടെന്നാണ് പറയുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉണ്ട്. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോയിൽ എന്താ പറയുന്നത്? എംപ്ലോയീസിനല്ലേ നമ്മുടെ മിഷൻ പുതിയതായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, അതിന്റെ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഗൈഡ് ലൈൻസ് എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രമേ അത് പ്രവർത്തിപ്പിക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോ പുതിയൊരു എംപ്ലോയി ആണെങ്കിൽ അവനറിയാൻ പറ്റില്ല അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നല്ലേ. അതിന് എന്ത് ചെയ്യണം? അവന് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ട്രെയിനിങ് കൊടുക്കുകയും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയെ കൊണ്ട് വന്നിട്ട് അവന് നല്ല രീതിയിൽ പ്രാക്ടീസ് കൊടുക്കുകയും വേണം.
ഇനി അതുപോലെ തന്നെ പറഞ്ഞത് എന്താണ്, ഇങ്ങനെ യുവാക്കൾക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദമില്ലാത്ത യന്ത്രങ്ങളെ വേർതിരിച്ചറിയാനുള്ള അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് മൂന്നാമത്തെ ലോയില് പറയുന്നത്, സെക്ഷൻ 23. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് നോക്കാം കേട്ടോ. 4th one ആണ് striking gear and devices for cutting off power. Section 24. In machines where driving belts are used, appropriate striking gear or any other efficient mechanical tools need to be available and always in use while moving these belts. The workers need to take successful measures to make sure that the belt is tracking back into the fast pulleys. While the driving belts are ideal, they should not permitted to resting on the moving shaft. There should be appropriate devices available that can effectively cut off power when needed races. If a factory has a machine that can accidentally shift to on from off, proper arrangements should be made to lock that machine in a safe place to prevent it from starting or stopping by mistakes. ഇവിടെ പറയുന്നത് ഒരു വൈദ്യുതി വിച്ഛേദിക്കുന്നതിന് സ്ട്രൈക്ലിംഗ് ഗിയറിന്റെയും ഉപകരണങ്ങളുടെ ഉപയോഗവും ശരിയായ ഇൻസ്റ്റലേഷനും അറ്റകുറ്റപ്പണികളും ആകസ്മികമായിട്ട് സ്റ്റാർട്ടപ്പുകൾ തടയല്, അതുപോലെ യന്ത്രങ്ങളുടെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് യന്ത്രങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇതിൽ നൽകുന്നത്. ഓക്കെ, അവിടെ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന കുറെ അധികം മെഷീൻസ് ഉണ്ടാവും അല്ലെ, അതിന് നമ്മള് അതിന്റെ അറ്റകുറ്റപ്പണി അപ് ടു ഡേറ്റ് ആയിട്ട് തീർത്തു കൊടുക്കാം. എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺസ് നിന്നു പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ് ടു ഡേറ്റ് ആയിട്ട് അപ്പൊ തന്നെ നമ്മള് തീർക്കാം. അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതെന്താണ്, പിന്നീട് അപകടത്തിലേക്ക് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ അതാണ് ഇവിടെ പറയുന്നത്, യന്ത്രങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഈ ലോയിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ സുരക്ഷിതമായ പ്രവർത്തന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും യന്ത്രങ്ങൾ ഉൾപ്പെടുന്ന അപകടങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിനും ഈ നടപടികൾ അത്യാവശ്യമാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്, ഇപ്പോ നല്ല രീതിയിൽ അപ് ടു ഡേറ്റ് ആയിട്ട് റിപ്പയർ ചെയ്ത അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്ക് ചെയ്ത മെഷീൻസ് ആണെങ്കിൽ പല അപകടങ്ങളും ഒഴിവാക്കാനായിട്ട് പറ്റും അല്ലെ. അല്ലെങ്കിൽ റിപ്പയർസ് വർക്ക് ചെയ്തില്ല, അറ്റകുറ്റപ്പണികളൊന്നും ചെയ്തില്ല, അത് വീണ്ടും വീണ്ടും കംപ്ലൈന്റ്സ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന മെഷീൻസ് ആണെങ്കിൽ അത് ചിലപ്പോ എന്ത് ചെയ്തേക്കാം,
പല അപകടങ്ങൾക്കും കാരണമായേക്കാം അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ലോയില് പറയുന്നത് 6ാമത്തെ സെക്ഷൻ 24 പറയുന്നത് മെഷീൻസ് പെർഫെക്റ്റ് ആക്കാം, ഒരു അറ്റകുറ്റപ്പണി ഉണ്ടാകാതെയും ഒരു റിപ്പയേഴ്സ് ഉണ്ടാകാതെയും, റിപ്പയേഴ്സ് ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ആ യന്ത്രങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് ഇടവരുകയും ചെയ്യുന്നത് ഈ ലോയിലൂടെ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് സെൽഫ് ആക്ടിംഗ് മെഷീൻസ് സെക്ഷൻ 25. As per this act, in a factory where self-acting machineries operate, there should be no traversing part that make an inward or outward traverse within the distance of 18 inch from any stationary object that is not a part of machines, if workers are likely to pass over the running space of that machine. An exemption order might be made by the chief inspector of factories in factories established before the act was passed. അപ്പൊ എന്താണ് 5ാമത്തെ ലോയില് പറയുന്നത്? സെൽഫ് ആക്ടിംഗ് മെഷീൻസ് സെക്ഷൻ 25. സ്വയം പ്രവർത്തിക്കുന്ന യന്ത്രങ്ങള് ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളെ ആ യന്ത്രത്തിന് മുകളിലൂടെ കടന്നു പോകാനായിട്ടോ അല്ലെങ്കിൽ അതിൽ ഇടിക്കാനായിട്ടോ സാധ്യതകൾ ഉണ്ടെങ്കിൽ യന്ത്രത്തിന്റെ ഭാഗമല്ലാത്ത ഏതെങ്കിലും നിശ്ചല വസ്തുവിൽ നിന്ന് 18 ഇഞ്ച് ദൂരത്തിനുള്ളിൽ അകത്തേക്കോ പുറത്തേക്കോ സഞ്ചരിക്കുന്ന ഒരു ഭാഗവും ഉണ്ടാകരുതെന്ന് എന്നതാണ് ഇത് വിശദീകരിക്കുന്നത്. നിയമം പാസാക്കുന്നതിന് മുൻപ് സ്ഥാപിതമായ ഫാക്ടറിയിലെ ചീഫ് ഇൻസ്പെക്ടർ ഒരു ഇളവ് ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. ഓക്കെ, ഇത്തരത്തിൽ പറയുന്നത് എന്താണ്? സ്വയം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എന്താണ് സ്വയം പ്രവർത്തിക്കുന്ന യന്ത്രങ്ങള് ഫാക്ടറിയിൽ ഉണ്ടെങ്കിൽ അത് ചിലപ്പോ നമ്മള് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെ, കുറെ അധികം സ്റ്റാഫുകൾ ഉണ്ടാവാം. അപ്പൊ ആ സ്റ്റാഫുകൾ ചിലപ്പോ അതിന് മുകളിലൂടെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ അതില് നമ്മള് ഇടിക്കുമ്പോൾ ചിലപ്പോ പെട്ടെന്ന് അറിയാതെയൊക്കെ പോയിട്ട് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യണം? 18 ഇഞ്ച് ദൂരത്തിന് അകത്തേക്കോ പുറത്തേക്കോ സഞ്ചരിക്കുന്ന ഒരു ഭാഗം ഉണ്ടാകരുതെന്ന എന്നാണ് ഇത് വിശദീകരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു അകലം, അതുപോലെ തന്നെ 18 ഇഞ്ച് ദൂരത്തിലേക്ക് ദൂരം ഗ്യാപ്പ് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ എംപ്ലോയീസിന് അവിടെ വർക്ക് ചെയ്യുമ്പോ കുറെ അധികം എംപ്ലോയീസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസില് അപകടങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് ഓർഗനൈസേഷന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള എന്താണ് സ്വയം പ്രവർത്തിക്കുന്ന മെഷീൻസ് ചിലപ്പോ വല്ലതും തട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ കയറി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ. അപകടങ്ങൾ ഉണ്ടാവാനായിട്ട് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സേഫ്റ്റിയും എവിടെ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്? ഓർഗനൈസേഷനില് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ലോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് സ്വയം പ്രവർത്തിക്കുന്ന യന്ത്രങ്ങള് സൃഷ്ടിക്കുന്ന അപകടങ്ങൾ അല്ലെ, സ്വയം പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളില് അപകടങ്ങൾ ഉണ്ടാകുമ്പോ ആ ഫാക്ടറിയിൽ നിന്നുള്ള ആ തൊഴിലാളികളെ സംരക്ഷിക്കാനായിട്ടാണ് ഈ ലോ ലക്ഷ്യമിടുന്നത്. ഈ ലോയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ള സ്വയം പ്രവർത്തിക്കുന്ന മെഷീൻസിൽ നിന്നും എന്തെങ്കിലും ഒരു തരത്തില് അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് ആർക്ക്? എംപ്ലോയീസിന്, അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് അവരെ സംരക്ഷിക്കുക എന്നതാണ് ഈ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 4th
ഫിഫ്ത്തും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മിസ് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, അപ്പൊ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ആവും കേട്ടോ. ചിലപ്പോ ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവില്ല. അതാണ് ഇടയ്ക്ക് പറയുന്നത്. മിസ് പറയുമ്പോൾ ഇടയ്ക്കൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലെക്ചർ നോട്ടായിട്ട് അവിടെ അരികത്തൊന്ന് എഴുതി വെക്കാം. പിന്നീട് ഇത് വായിച്ചു നോക്കുമ്പോൾ ക്ലിയർ ആകാം. ഓക്കെ ആണോ ഫിഫ്ത്ത് വരെ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. മിസ് ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു.